എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗിലാണ്. അപ്പോൾ ഇന്ന് പകല് മുഴുവൻ നമ്മൾ ഡാർജിലിംഗ് ഒക്കെ കറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ നമ്മൾ സിലിഗുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഡാർജിലിംഗ് ടൗൺ ബസ്സായി അങ്ങ് പോവാം. അതെ, ഡാർജിലിംഗിന് 8 കിലോമീറ്ററൂടെ ഉള്ളൂ ലെഫ്റ്റിലേക്ക്. സിലിഗുരി 75 കിലോമീറ്റർ, ബാഗ്ദോഗ്ര 82 കിലോമീറ്റർ. പകൽ മുഴുവൻ ഇവിടെ എല്ലാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മുടെ അപ്പുറം ഇട്ടേക്കായിരുന്നു. അപ്പം വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളൊരു ടാക്സി വിളിച്ചാൽ സിലിഗുരി ഇറങ്ങാൻ പോയത്. അല്ല, സിലിഗുരി അല്ല, ഡാർജിലിംഗ് ഇറങ്ങാൻ പോയത്. ഇതിലൊക്കെ ട്രെയിൻ വരുന്നതാണ് പകല്. ട്രെയിൻ പതുക്കെ വരുള്ളൂ. കലിംപോങ്, ഗാൻഡോക്ക്, സിലിഗുരി. ഇവിടുത്തെ പച്ചക്കറിയൊക്കെ ക്യാരറ്റും ഒക്കെ ഇവിടുത്തെ നാടൻ പച്ചക്കറികളായിരിക്കും. ഇവിടുത്തെ വഴികളെല്ലാം വളരെ വീതി കുറഞ്ഞ ചെറിയ വഴികളാണ്. പുറകെ വരുന്ന വണ്ടികളെല്ലാം കയറ്റി വിട്ടേക്കാം. നോക്കിയേ, എല്ലാവരും പറന്നാണ് പോകുന്നത്. കണ്ടോ, ഇതിലെ റോഡ് ക്രോസ് ചെയ്താ ട്രെയിൻ പോകുന്നത്. നമ്മൾ 14 മൈലിലെത്തി. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് റോഡിൽ കൂടെ ഇടയ്ക്ക് കയറും, ഇറങ്ങും, സൈഡിൽ കൂടെ കുറെ പോകും, വീണ്ടും ക്രോസ് ചെയ്യും. അങ്ങനെ നല്ല രസമാണ്. അതെ, അത് പതുക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് ഇവിടെ വെള്ളമുണ്ട്. വേണേൽ നമുക്ക് ഇവരോട് ചോദിച്ചാൽ വെള്ളം നിറച്ചോണ്ട് പോകാം വണ്ടിയിൽ. ചോദിക്കാവേ. അപ്പോൾ നമ്മുടെ വെള്ളം തീരാറായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ളമുണ്ട്. കുടിവെള്ളമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഡാർജിലിംഗ് ടൗണിലേക്ക് എല്ലാം വെള്ളം പോകുന്നത് ഇവിടുന്നാണ്. അത് നമ്മൾ ടാങ്കറുകളൊക്കെ ഒത്തിരി കണ്ടായിരുന്നു. അല്ലേ, പിക്കപ്പും ടാങ്കറും ഒക്കെ ഒത്തിരി ഇവിടുന്ന് നിറയ്ക്കുന്നുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴിക്കണം പറയും കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് അറിയും. വലിയ പൈപ്പാണ്. ഇത്രയും വലിയ പൈപ്പ് വെച്ച് നിറയ്ക്കുന്ന ആദ്യമായിട്ടാ അല്ലേ? അതെ, അത് നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഉണ്ടോ, എന്നാ പെട്ടെന്ന് നിറഞ്ഞെന്ന് വെച്ചു നോക്കിക്കേ. ഓക്കെ പുത്തൻ ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വെള്ളമൊക്കെ നിറച്ച് ഇന്ന് നമുക്ക് പോയേക്കാം. വണ്ടിക്കകത്ത് വെള്ളം കുറവായിരുന്നുകൊണ്ട് രാവിലെ പാത്രമൊന്നും കഴുകില്ല. കഴിച്ച പാത്രത്തിൽ ഇവിടെ ഇട്ടിട്ട് പോവായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാം. വെള്ളം ടാങ്ക് ഫുള്ളായി. ഫുള്ളായോ? അത് പെട്ടെന്ന് വലിയ പൈപ്പായിരുന്നു, പെട്ടെന്ന് ഫുള്ളായി. ഞാനോത്തെന്നാൽ ആവശ്യമായിട്ട് കഴുകാമല്ലോ എന്ന് ഓർത്തോണ്ട് കഴിക്കാം. നല്ലപോലെ കഴിക്കാം. വേണേ ഒന്നുകൂടെ നിറയ്ക്കാം. അതെ, അല്ല ഞാൻ ബാത്റൂം കഴുകാൻ പോയി. ഒന്നുകൂടെ നിറയ്ക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടൂടെ പോവാം. നീ എവിടെയെങ്കിലും നിർത്താനൊന്നും ഇടയുണ്ടോന്ന് അറിയത്തില്ല. മുന്നോട്ടേന്നാ അപ്പോൾ 2 ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. വേഗം കുറച്ച് ഗോതമ്പ് ദോശ ഇട്ടെടുക്കാം. കഴിഞ്ഞ ദിവസത്തെ ഇറച്ചിക്കറി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ പഞ്ചസാരയോ തേനോ ഒക്കെ കൂട്ടി കഴിക്കാമല്ലോ. ദാമി കഴിച്ചു, കുഞ്ഞിക്കിളി കഴിച്ചു, അച്ചമ്മ കഴിച്ചു. ഇനി നമ്മളൊക്കെ ഉള്ളു കഴിക്കാൻ. എല്ലാരും ഓരോരുത്തർ വിശപ്പുണ്ടായിരുന്നോണ്ട് അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിക്കിളി ഇതേ മുകളിൽ ബെർത്തിൽ കയറി കിടന്നു കഴിഞ്ഞു. അച്ഛമ്മ ഇതേ താഴെ കിടത്തി. വലിയ കിളി താഴെ കിടന്നു. അതെ, ഏറ്റവും വലിയ കിളി. കാര്യമൊന്നുമില്ല. അതെ, എന്റെ കൊച്ചു ഇതേ ഇവിടെ കിടക്കുന്നു. ഞാൻ കിടക്കാൻ ചെല്ലുന്നോ നോക്കിയിരിക്കുക. കൊച്ചു ആന്റി അമ്മ വരാത്തോണ്ട് ഉറങ്ങാതിരിക്കുക. അതെ, ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോട്ടോ. കിടന്നു. ഓ, എന്തോ സ്നേഹം. ഞങ്ങൾ ഉറങ്ങി കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങ് പോയേക്കാം. നല്ല തണുപ്പുണ്ട്. വണ്ടിക്കകത്തിരിക്കുമ്പോൾ അറിയത്തില്ല. ഇത്രയും രാത്രിയായിട്ടും വണ്ടികൾ കയറി വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. രാത്രിക്ക് പോവാണെങ്കിൽ വലിയ തിരക്കില്ലാതെ പോകാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ രാത്രിക്ക് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് ഡ്രൈവർ ചേഞ്ച് ആയി. ഡ്രൈവർ ദീപിക. ശരിയല്ലേ? എന്നെ വീഡിയോയില് മുത്തേന്ന് വിളിച്ചു. എന്നെ ഇപ്പൊ എല്ലാരും മുത്തേന്നാ വിളിക്കുന്നേ. എല്ലാരും. ഞാനുണ്ടല്ലോ അമ്മയോട് ആദ്യമേ പറഞ്ഞു എന്നെ ദേവിയേത് മുത്തേന്ന് വിളിക്കരുത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നു. മുത്തെന്നുള്ളല്ലേ? എല്ലാരും അതെ. ഞാനിങ്ങനെ സ്കൂളിലൊന്നും മിണ്ടായിരിക്കുന്ന പേരാ. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, കമ്പനിയായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോ മുത്തേന്ന് പറഞ്ഞു ഞാനിങ്ങനെ തീരാനായി തീർന്നു. നല്ല പേരല്ലേ മുത്തെന്ന്? നല്ല പേരാ. കൊച്ചിലെ ഇതൊക്കെ കേൾക്കാൻ നല്ല. കൊച്ചച്ചയുടെ വീട്ടുപേരും വീട്ടിൽ വിളിക്കുന്ന പേരും കൂടെ ഞാൻ എല്ലാരും അറിയിക്കാം. കുഞ്ഞ്. ഇതാണ് വീട്ടിലെ കുഞ്ഞ്. അങ്ങനെ എന്റെ പേര് മാത്രം എല്ലാരും അറിഞ്ഞ പോലെ എല്ലാരും അറിയുന്നു. ഈ കുഞ്ഞിൽ നിന്നാണ് കുഞ്ഞിക്കണ്ണൻ എന്നുള്ള പേര് അവന് കിട്ടിയത്. കുഞ്ഞിക്കിളി കുഞ്ഞായത്. ദാമയ്ക്ക് മാത്രം ഞങ്ങൾ പേര് മാറ്റിയിട്ടു. അതെ, ദാമയ്ക്ക് മാത്രം ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ വിളിക്കാം. ദക്ഷ എന്ന ഒറിജിനൽ പേര് ദാമയുടെ.
പക്ഷെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും വീട്ടിൽ വിളിക്കുന്ന പേര് ഇതുപോലെ ഓരോ പേരുകൾ, അതുകൊണ്ട് ദാമിനെ അങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനും പൊന്നും കൂടെയാണ് ദാമി എന്നുള്ള പേര് സെറ്റ് ചെയ്തത്. നമുക്ക് ഒരു അളിയനുണ്ട്, അളിയൻ നാട്ടുകാരുടെ മൊത്തം അളിയനാ. അതായത് എൻ്റെ പപ്പായുടെ പെങ്ങടെ മകളെ കെട്ടിയേക്കുന്ന ആള്, ഞാൻ അളിയാന്ന് വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും അളിയനാ. അതേപോലെ ഒരു അമ്മാവനുണ്ടായിരുന്നു, അമ്മാവനും ഇപ്പൊ നാട്ടുകാരുടെ മൊത്തം അമ്മാവനാ. ചേട്ടാ ഈ റെയിൽവേ ലൈനിന്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോന്നെ. ഞാൻ ഇന്ന് വിചാരിച്ചില്ല നമുക്ക് ടോയ് ട്രെയിൻ കാണാൻ പറ്റുമെന്ന്. അതെ, അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? സിലിഗുരിക്കാ നമുക്ക് പോകണ്ടേ, വഴി തെറ്റുമെന്ന് നോക്കണ്ടേ, ഈ റെയിൽവേ ലൈൻ നോക്കി അങ്ങ് പോയാ മതി കേട്ടോ. റെയിൽവേ ലൈൻ ഇടയ്ക്ക് ക്രോസ് ചെയ്ത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, ആ ലൈൻ മാത്രം നോക്കിയാ മതി. അപ്പൊ എയർപോർട്ടിൽ വന്നിരുന്ന ആള് അവിടെ ഇരുന്ന് മടുത്തിട്ട് അവിടെ ഒരു റൂം എടുത്തേക്കാലും അവിടെ സ്റ്റേ ചെയ്തു. അതേക്കാലും നന്നായി. നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു സമയമാവും. കാര്യം നമുക്കൊരു 55-60 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു 2-2.5-3 മണിക്കൂർ എടുക്കും നമ്മളവിടെ ചെല്ലണേ, സിലിഗുരി ചെല്ലണേ. ഏക്കാലും വൈകുന്നേരം രാത്രിയിൽ മഞ്ഞ് കുറവുണ്ട് കേട്ടോ, അല്ലെ ഭയങ്കര കോടയായിരുന്നു. ഞാൻ വിചാരിച്ച മഞ്ഞായിരിക്കും നല്ല, ഇന്നലെയൊക്കെ ഭയങ്കര മഞ്ഞല്ലായിരുന്നു വഴിയില്. അതെ, പറഞ്ഞു തീർന്നില്ല, വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടുണ്ട് തുടങ്ങി മഞ്ഞ്. ശിഷ്യയെ വണ്ടി ഏൽപ്പിച്ചു, തലോണ്ണയും പുതപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. പറ്റുമെങ്കിൽ കുറച്ചു നേരം കിടന്നു, കുറച്ച് കഴിയുമ്പോ എനിക്ക് ഉറക്കം വരും, കാരണം ഞാൻ ഇതുവഴിയെല്ലാം നടന്നു കൊറേ. ഉറക്കം വരികയാണെ വിളിച്ചാ മതി. ഇന്നേ അതിലെല്ലാം നടന്നു മടുത്തിട്ടാ കുഞ്ഞിക്കിളി നേരത്തെ കയറി കിടന്നു, അല്ല കുഞ്ഞിക്കിളി താമസിച്ചേ കിടക്കുള്ളൂ. കുഞ്ഞിക്കിളി അച്ഛമ്മയൊക്കെ കിടന്നുറങ്ങി, എല്ലാരും 10 മണി ആയപ്പോഴത്തേക്കും. അതെ, പറഞ്ഞ പോലെ റെയിൽവേ ലൈൻ അങ്ങ് നോക്കി പൊക്കോ കേട്ടോ. നമ്മളാ വെള്ളം നിറച്ചെടുത്തേ 2-3 പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നേ. അതിലൊരു പയ്യൻ എന്നോട് വന്നേച്ച് പറഞ്ഞു, പയ്യന്റെ കൂട്ടുകാരൻ വന്ന് ചോദിക്കും ഇത് വെള്ളത്തിലാണ് ഈ വണ്ടി ഓടുന്നത് ചോദിച്ചാൽ ആണെന്നേ പറയാവുള്ളെന്ന് പറഞ്ഞേ. അപ്പൊ എന്നാ സംഭവം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നിട്ട് ആ പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നു, എന്നോട് ചോദിച്ചു അപ്പൊ എന്നാന്ന് വെച്ചാൽ ടാങ്കിൽ വെള്ളം നിറച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ആ പയ്യൻ ചോദിച്ചു ഇതന്നെ ഇതിനകത്ത് വെള്ളം അടിക്കുന്നത് ഡീസൽ അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഈ പയ്യൻ എന്നാ പറഞ്ഞു ഇത് വെള്ളത്തിൽ ഓടുന്ന വണ്ടിയാടാന്ന് പറഞ്ഞു. അതാ ടാങ്കിൽ അവർ വെള്ളം നിറച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പയ്യൻ എന്നോട് ചോദിച്ചു ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ശരിയാന്ന് ഞാൻ പറഞ്ഞു, അതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞാ, ഇത് വെള്ളം ഇവിടെ ടാങ്കിലേക്ക് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ അടുത്തുണ്ടല്ലോ, ഞാൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നില്ലേ, അപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോലെ വെള്ളം വണ്ടിയിലെ ആളാ, എന്നോട് പറഞ്ഞു നല്ല ഡ്രൈവിംഗാ, അച്ഛാ ഡ്രൈവിംഗ് വെരി ഗുഡ് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട്. അത് നേരത്തെ വല്ലതും കണ്ടായിരിക്കും. നേരത്തെ വഴിയിലൊക്കെ കുറെ പേര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ വല്ലതും കണ്ടായിരിക്കും. ഇവിടെ ചിലയിടത്തൊക്കെ 2 വണ്ടി പാസ്സാകാൻ വലിയ പാടാ, വീതി കുറവാ. കമ്പിയെല്ലാം എന്തേരം താന്ന് കിടക്കുന്നെന്ന് നോക്കി, ഇലക്ട്രിക് ലൈനൊക്കെ പുറകെ വരുന്ന ആൾക്കാരെ എല്ലാം കയറ്റി വിടും, ചെറുവണ്ടിക്കാരെ എല്ലാം. ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, കുറച്ചേരേ ഉള്ളു. ആള് കുറവായിരുന്നു. അതെ, മിനിങ്ങാന്ന് നമ്മള് മിനിങ്ങാന്നല്ല ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്ര പോരാ. ഇതൊരു മൊണാസ്ട്രിയാ, വലുതാണല്ലോ, വലിയ മൊണാസ്ട്രിയാ. റെയിൽവേ ലൈൻ ഇവിടുന്ന് 2 ലൈൻ ഉണ്ട്, ഒരെണ്ണം അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ കൂടെ. അപ്പുറത്തെ സൈഡിൽ. അത് സ്റ്റേഷൻ, അതുകൊണ്ടാ നമ്മൾ അവിടെ തൊട്ട് ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. സൊനാഡ എന്ന് പറഞ്ഞ ടൗണാണ് നമ്മളിപ്പോ കഴിഞ്ഞത്. ഇറക്കായതുകൊണ്ട് സുഖമല്ലേ? ഇറക്കായതുകൊണ്ട് സുഖ. കയറ്റം മൊത്തം ആശാൻ കുറെ ദൂരം ഓടിച്ചേ. ആശാൻ കുറെ ദൂരം കയറ്റം ഓടിച്ചു. ഇന്നലെ അതിനു മുന്നേ ഇന്നലെ ഞാൻ നന്നായിട്ട് കയറ്റം എക്സ്പീരിയൻസ് ചെയ്തു. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുന്നേ കാരവനായിട്ടൊന്ന് ലഡാക്കിൽ പോയപ്പോ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇടുങ്ങിയ വഴി ഇത് ആദ്യമായിട്ടാ. അല്ലാണ്ട് നമുക്ക് കുറച്ചു നേരമൊക്കെ ഇടുങ്ങിയ വഴി ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കുറെ നേരം ഇടുങ്ങിയ വഴിയായിരുന്നു. ഇടുങ്ങിയ വഴിയും നല്ല വളവും തിരിവും കയറ്റവും. വഴി എന്നാ മോശമായിരുന്നേലുവേ ഇതുപോലെ 2 സൈഡും ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നോക്കണ്ടായിരുന്നു. അതാണല്ലോ, എവിടെല്ലാം നോക്കണം. ബിൽഡിങ്ങും ആളും പിന്നെ സൈഡ് തിരിഞ്ഞു വരും, ബാക്ക് സൈഡും എല്ലാം നോക്കണം. 2 ലൈൻ വണ്ടി അതിന്റെ ഇടയിൽ കൂടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു, ബ്ലോക്കായി. 8 മൈലെത്തി നമ്മളിപ്പോ. നമ്മള് മുമ്പേ 14 അപ്പൊ 6 മൈൽ വന്നു. അപ്പൊ ഒരു ഏകദേശം 9 കിലോമീറ്റർ വന്നു. ഈ മല ഇറങ്ങിയിട്ടേ നാളെ നമുക്ക് അടുത്ത മല കയറേണ്ടതാ. സിക്കിമിന് മല കയറാൻ തുടങ്ങുന്നുള്ളൂ. സിക്കിമിന് അടുത്ത മലയാണല്ലോ, വേറെ മലയിലേക്ക് കയറി. ഇവിടുന്ന് പോവായിരുന്നു കേട്ടോ, ശരിക്കും ഇവിടുന്ന് പോവാം.
പോകായിരുന്നു. ആ. പിന്നെ നമ്മൾ ഓർത്ത എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരാള് വന്നിട്ടുണ്ടല്ലോ, ആളെയും കൂടെ കൂട്ടിക്കോട്ട് പോകാന്ന് ഓർത്തു. സ്പെഷ്യൽ പേഴ്സൺ. അതെ, അല്ലെങ്കിൽ ഇതിലേ അങ്ങ് പോകായിരുന്നു. ഇവിടുന്ന് ഒരു ഗാൻഡോക്കിന് 45 കിലോമീറ്റർ. പിന്നെ വേറൊരു പ്രശ്നം, ചെറിയ വഴിയായിരിക്കും, ഇങ്ങോട്ട് വന്ന പോലെയൊക്കെ തന്നെ നമ്മൾ പോകേണ്ടി വരും. ട്രാഫിക് ഒക്കെ കാണും, പിന്നെ അല്ലെ കുറെ രാത്രിയിലൊക്കെ ഓടേണ്ടി വരും. മിക്കവാറും എനിക്ക് തോന്നുന്നത് നമ്മള് സിക്കിമിലുള്ള മെയിൻ റോഡിൽ പോയാലും രാത്രി തന്നെ ഓടേണ്ട വരുമെന്നത്. ആ, ഭയങ്കര തിരക്കാ ഇപ്പൊ. ടൂറിസ്റ്റുകൾ ഒത്തിരി ഉള്ള സമയമാണ്, അതുകൊണ്ടാ ഇത്രയും തിരക്ക്. നമ്മളാ വിളിച്ചോണ്ടെന്ന വണ്ടിക്കാരനും അത് തന്നെയാ പറഞ്ഞേ. നമ്മളീ വന്ന സമയം ഈ ഒരു സമയം ആയോണ്ടാ ഇത്രയും. ഇവിടെ നല്ല മഴക്കാലം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസൺ, ആരും ഉണ്ടാവില്ല. ആ സമയത്ത് വന്നാ മതിയായിരുന്നു. നമുക്ക് ആ സമയത്ത് വരാൻ. ഇനി വെള്ള ഹിമാലയാണോ? ആ, ഒരു വെള്ള കളറ് ഹിമാലയ കാണുന്നെന്ന് തോന്നുന്നു. ആ കാഞ്ചൻജംഗ വല്ല ആണോ ഇനി? അതറിയില്ല. ഇവിടെ എവിടെയാണ്ട് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് വെളുത്തുമായിരിക്കും. ഇനി അവിടെ മഞ്ഞ് കിടക്കുന്ന വല്ലാണോ? ഓ, മഞ്ഞ് കിടക്കുന്നതായിരിക്കോ? ആയിരിക്കണം, ആയിരിക്കാം, ചിലപ്പം പറയാൻ പറ്റില്ല. അതായിരിക്കും കേട്ടോ. പകലാണേ അറിയായിരുന്നു. ഇതുണ്ടോ, ഇവർക്കൊക്കെ വീടിന്റെ ആ സ്റ്റെപ്പിൽ നേരെ ട്രെയിനിലേക്ക് കയറാം. അത്ര അടുത്തൂടെ ട്രെയിൻ പോകുന്നത്. ഇത് പോസ്റ്റ് ഓഫീസ് കേട്ടോ ആ കാണുന്ന ബിൽഡിംഗ്. അത് നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ഇടയ്ക്കൊന്ന് ചായും. അത് പറഞ്ഞപ്പോ അതേ വളർന്ന്. ഡാർജിലിംഗിലേക്ക് ലോഡുമായിട്ട് വരുന്ന വണ്ടികളായിരുന്നു. ഈ സ്വരാജ് ബസ്സായ മൊത്തം പറന്നാ വരുന്നേ. അതേ അടുത്ത് വരുന്നു. അത് കാറാ. പിന്നെ പകലെല്ലാം ഭയങ്കര തിരക്കായോണ്ടേ ഇവരെല്ലാം രാത്രിക്കാ ലോറികൾ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളാ, എന്നാലും എല്ലാം രാത്രിയിലാണ് വിടുന്നത്. ഇതൊക്കെ കയറി പോകാനുള്ള ചിലപ്പം വെളുപ്പിനെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ലോഡ് ഇറക്കുന്ന വെളുപ്പിനെ ഇറക്കുള്ളായിരിക്കും. ഇവിടെ ഒരു ഹനുമാൻ മന്ദിർ എന്നാണ്. നമ്മളാ തിരിച്ചു വന്ന സുമോക്കാരനെ, പുള്ളിയൊക്കെ നേപ്പാളുകാരനാ. നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് വന്ന് സെറ്റിലായ ആൾക്കാരാ. ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേയിലത്തോട്ടത്തിൽ പണിയാൻ വേണ്ടി നേപ്പാളിൽ നിന്ന് ഇഷ്ടം പോലെ പണിക്കാരെ കൊണ്ടുവന്നായിരുന്നു. അവരൊക്കെ പിന്നെ ഇവിടെ തന്നെ സെറ്റിലായി. ഇപ്പം തലമുറകളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു, ഇന്ത്യയിൽ തന്നെയാ. തിരിച്ചു പോയില്ല? ഇല്ല, തിരിച്ചു പോയില്ല. അതിനല്ല ഇന്ന് ഞാൻ അവിടെ ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ഇത് നോക്കിയപ്പോഴാണ് അതില് നേപ്പാളീസും ഉണ്ട്, ഭൂട്ടാനീസും ഉണ്ട്, ബീഹാരീസ്, അങ്ങനെ കുറെ പേരുണ്ട്, ടിബറ്റൻസും ഒക്കെ ഉണ്ട്. അപ്പം അതില് നേപ്പാളി എന്ന് പറയുന്ന ലാംഗ്വേജും ഇന്ത്യയിൽ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാ. ഓ, ശരി. 22 ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒരെണ്ണം തന്നെയാ നേപ്പാളി. അത് പുതിയ അറിവാണല്ലോ. അതെനിക്കും പുതിയ അറിയാം. അതെനിക്കും അറിയത്തില്ലായിരുന്നു, ഞാൻ ഇന്ന് നോക്കിയപ്പോഴത് കണ്ടേ. ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ ബംഗാളിലെ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ കൂടെ കോ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് നേപ്പാളിയുള്ളത്. ഇവിടെ ബംഗാളിലെ ബംഗാളി അല്ലേ മെയിനായിട്ടും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ആ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് നേപ്പാളിക്ക്. നേപ്പാളി ഭാഷയെ ഹിന്ദിയായിട്ട് ഒരുവിധം സാമ്യം ഉണ്ടെന്ന് തോന്നുന്നു. എഴുതുന്നതൊക്കെ കണ്ടാലും കുറച്ചൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. എഴുതുന്നതൊക്കെ അത്യാവശ്യം സിമിലാരിറ്റി ഉണ്ട്, കുറച്ചൊക്കെ. ഉച്ചാരണമൊക്കെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ മീനിങ്ങും ചില വ്യത്യാസം ഉണ്ട് കുറെയൊക്കെ. ഒരാളിരുന്ന് ഉറക്കുന്നുണ്ട്. എല്ലാരും കൂടെ എന്തിനാ ഉറക്കളക്കുന്നത്? പോയി കിടന്നു. മതിയല്ലേ? അതെ, എന്നാ ഉറങ്ങിക്കോ. ഞങ്ങള് ഉറക്കം വരുമ്പോ നമ്മളെ ആശാനെ വിളിച്ചു കൊടുത്തിട്ട് ഞങ്ങളും കിടന്നോളാം. കുറച്ചു ദൂരൂടെ ഉള്ളൂ, 1 മണിക്കൂറോട് ഓടി ചെല്ലും, 1.5 മണിക്കൂർ. ആ മലഞ്ചെരുവിലെല്ലാം വീടുകളാ. ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ, മഴയെല്ലാം കുറഞ്ഞു, അന്തരീക്ഷം ഇച്ചിരി തെളിഞ്ഞു. കുർസോങ് എന്ന് പറഞ്ഞ സ്ഥലം ഇത്. കുർസോങ് 4864 ഫീറ്റാ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ്. കൊറേ ഇറങ്ങി. 10,000 ഫീറ്റ് ഇറങ്ങി. 7,000 ഫീറ്റിലായിരുന്നു നമ്മൾ. അതെ, 1000 ഇറങ്ങിയില്ല, 2300 ഒക്കെ ഇറങ്ങിയുള്ളൂ. 2200. ഡ്രൈവർ ചേഞ്ച് ആയി. ഇത് നമ്മള് പകല് വരാനാണ് ഇതിലെ ഈ വണ്ടിയും കൊണ്ട് വരെ വലിയ പാട് വിട്ടാനെ കേട്ടോ. രാത്രി വന്ന ഏതൊക്കെയാലും നന്നായി. മുമ്പേ അവിടെ നിർത്തിയപ്പോഴേ ഞങ്ങൾക്കിപ്പോ ഞാനിതിലെ ഓടിച്ചില്ലല്ലോ, ഓടിച്ചേക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ ഈ ട്രിപ്പിൽ ഒട്ടും വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പം രാജേഷ് അന്നേരം നല്ല ഉറക്കവും. എന്നിട്ട് എന്നെ ഇപ്പൊ ഞാൻ കയറി ഇങ്ങോട്ട് എടുത്തപ്പോ പറയാ, എന്നെ വിളിക്കാൻ പറ്റായിരുന്നു, ഞാൻ ഓടിച്ചാനെ. അത് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിപ്പോയി. അത് ചുമ്മാ ഇരുന്നിട്ട് ഉറക്കം വരുന്നേന്നാ പറഞ്ഞേ. വണ്ടി ഓടിക്കാണെ ഉറക്കം വരികയല്ല, ചുമ്മാ ഇരുന്നിട്ട് ഉറക്കം വരുന്നേന്ന്. വഴിയിലിപ്പൊ നല്ല മൂടൽമഞ്ഞായി. മുമ്പ് നല്ല തെളിവായിരുന്നേ, നല്ലപോലെ തെളിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങ് താഴെ എത്താറായി കാണുന്നു.
ഇത് ഇപ്പൊ ഭയങ്കര മഞ്ഞ. വേ ടു സിലിഗുരി താഴോട്ടാന്ന് തോന്നുന്നു അതെ. 2 റോഡേയും പോവല്ലോ. 2 റോഡേയും പോവാം. NH 110 റോഡ് അതാന്ന് തോന്നുന്നു. അത് ചെറിയ വഴിയാന്ന് തോന്നുന്നു. ഇവിടെ ചോദിക്കണം ആരുടെയും. ഈ വഴിയും അത്യാവശ്യം നല്ല ഇറക്കവാ അല്ലേ? നല്ല ഇറക്കമാ ഇത്. ഇറക്കവും വളവും തിരിവും. വഴിക്ക് വീതി കുറവാ. അതേപോലെ ഇതൊക്കെ തന്നെ ഉള്ളൂ. അവിടുന്ന് വന്ന വഴി പോലൊക്കെ തന്നെയുള്ള വീതിയേ ഉള്ളു. ഇതാന്ന് തോന്നുന്നു എല്ലാരും പറയുന്ന ഡാർജിലിംഗിന് വലിയ വണ്ടി പോയില്ല. അതെ, അതുകൊണ്ടാ. അതല്ലേ നമ്മളാ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് അതിലെ വന്നപ്പോഴത്തേനും ഒരു വീടിന്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് അവരെല്ലാരും ഇറങ്ങി നോക്കുക ഈ വണ്ടി കണ്ടപ്പോഴത്തേക്ക്. ഈ വഴിക്ക് ഇവിടെ എല്ലാം തേയിലത്തോട്ടം ഉണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ വഴി ഇടിഞ്ഞു പോയതാ. ഇത് നമ്മള് ഷോർട്ട് കട്ട് എടുത്ത പോലെ ഉണ്ട്. ഈ വഴി കാണാനായിരുന്നു അമ്മ എണീറ്റിരിക്കേണ്ടത്. അതെ. ഓ, ഇതും ഇച്ചിരി കുത്തിറക്കം ഉണ്ടെന്നുള്ളേ ഉള്ളൂ. എല്ലാം കണക്കാ. പക്ഷെ നമ്മളുണ്ടല്ലോ അങ്ങോട്ട് വന്ന വഴി നല്ല ഭയങ്കര ഭംഗിയായിരുന്നു. പൈൻ ഫോറസ്റ്റ് ഉള്ളോണ്ടേ ഇതിലും ഭംഗിയുണ്ടായിരുന്നു. അത് ശരിയാ, ആ റൂട്ട് നല്ലതായിരുന്നു. കുറെ നല്ല വളവ് കേട്ടോ. എടുക്കേണ്ടി വരും. പോതല്ലേ പോയല്ല. ഇച്ചിരി അങ്ങോട്ട് ചേർന്ന് വരണം. ഇതൊക്കെ ഒടിച്ചു കുത്തി വളവെന്ന് പറയുന്ന പോലെ താഴ്ന്നു വണ്ടി വരുന്നുണ്ടല്ലേ? ഇത് കയറി വരുന്നുണ്ട്. താഴോട്ട് നല്ല ഒക്കെ നല്ല കുഴിയാ. അങ്ങ് പൊട്ടുപോലെ അവിടെ കുറച്ച് വീട് കാണുന്നുണ്ട്. അതുകൊണ്ടാ വലിയ വണ്ടി ഇതിലേ പോവല്ലെന്ന് പറയുന്നേ. അവിടെ ഇതേല് മൊത്തമേ വാരിക്കട മൊത്തം ഉരച്ചേക്കാ. വണ്ടികൾ വന്ന് ഇങ്ങനെ പറയുന്ന ഇതുണ്ടോ അങ്ങ് അവരൊക്കെ ഉണ്ടോ? അവര് ടൗണാ? അതായിരിക്കോ സിലിഗുരി. അതാണോന്നറിയില്ല. നമ്മൾ എന്നെ ഹൈറ്റിലപ്പം. അതെ, ഇതിലെ പകല് കയറി വന്നാ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ പകല് നമ്മൾ കയറി ഭയങ്കര ബ്ലോക്ക്. അല്ല, നമ്മുടെ ഈ വലിയ വണ്ടി കൊണ്ട് നടക്കല, എല്ലാ കാറിലും വരണം. നല്ല വഴിയാന്ന് തോന്നുന്നു. നിറച്ച് തേയിലത്തോട്ട്. ഇവിടെ നല്ല പുൽമേടൊക്കെയാ. ഇത് പകല് വരുവാണെ നമ്മൾ ആകാശത്തൂടെ വരുന്ന പോലെ ഉണ്ടാവും. അതെ, അതിന് പറ്റിയ റൂട്ടായിരുന്നു. ആ താഴെ വെട്ടം കണ്ടോ? അത് നമുക്ക് പോകേണ്ട വഴിയാ. അത് വണ്ടി കയറി വരുന്ന വെട്ടം കാണുന്നത്. ഇതെല്ലാം തേയിലത്തോട്ടാ. തേയിലത്തോട്ടം എന്നാ പച്ചപ്പാന്ന് നോക്കിയേ. ഇത് വലിയ വീതിയുള്ള വളവാ കേട്ടോ. ആ ഒരു 2 വളവ് നല്ല ഒടിച്ചു കുത്തി വളവായിരുന്നു. റിവേഴ്സ് എടുക്കാതെ വലിയ വണ്ടി തിരിഞ്ഞു പോകാൻ പാടാ. ലോറി കയറി വരുന്നുണ്ട്. ഇതെല്ലാം ഡാർജിലിങ്ങിന് ഓരോ ലോഡും കൊണ്ട് പോകുന്ന വണ്ടികളാ. എല്ലാം ചെറിയ വണ്ടികളാ, 6 ടൺ വണ്ടികളാ. രാത്രിയിലാ പോകുന്നത്. രാത്രിയിലേ പോകാൻ പറ്റുള്ളൂ, പകല് നടക്കുകയില്ല. കയറി പോകുന്ന വണ്ടികളൊക്കെ ലോഡ് നാളെ ഇറക്കിയിട്ട് തിരിച്ചും നാളെ രാത്രി ഇറങ്ങിപ്പോരാൻ സാധ്യതയുള്ളൂ. നമ്മളിത് ഇപ്പൊ ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് ചെല്ലും. അതും പക്ഷെ നല്ല ഹൈറ്റിലാട്ടോ. താഴ്ത്തി ഇല്ലെന്നോ. ഈ വെട്ടം കാണാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു നമ്മള് പകുതി ഇറങ്ങിന്ന്. പക്ഷെ ആയിട്ടില്ല, ഇത് നല്ല ഹൈറ്റില്ല ഇപ്പോഴും. ഞാൻ വിചാരിച്ചത് അപ്പുറം കൊണ്ട് വളവും തിരിവും എല്ലാം തീർന്നെന്ന് വിചാരിച്ചേ. ഒന്നും തീർന്നിട്ടില്ല. ഇത് ഏതാ സ്ഥലം? ഹൈലോ കുർസിയോങ്ങോ? ഈ വളവിന് റിവേഴ്സ് എടുക്കുന്ന വണ്ടി. അതൊക്കെ സൈഡ് ബാരിയർ ഒക്കെ തട്ടി വളച്ചു വെച്ചേക്ക. നമ്മളീ പോകുന്ന എല്ലാം വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമാണെന്ന് ഓർക്കുമ്പോ. അതെ, ഈ വെസ്റ്റ് നമ്മള് നോർമലി വരുന്നതെല്ലാം നിരപ്പ് സ്ഥലമല്ലേ. അപ്പൊ ഇതുപോലെ മലപ്രദേശം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇത്രയും വലിയ മലകളുണ്ടെന്ന് അറിയത്തില്ല അതിലെ പോകുമ്പോ. ഈ സൈഡ് നേപ്പാളും സിക്കിമും ഒക്കെ ആയിട്ട് ചേർന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം ഹിമാലയത്തിന്റെ ഭാഗങ്ങളല്ലേ, അതിൽ പെടുന്ന ഭാഗമാ കുറെ. ഇത് ഷെർപ്പാലാൻഡാ. അതെ, ഗുർഖാലാൻഡ്. ഈ വണ്ടി എല്ലാം മുകളിലേക്ക് കയറി പോകാനുള്ള വണ്ടികളാണ് ലോഡും കൊണ്ട് വന്നിരിക്കുന്ന. എനിക്കൊന്ന് ഇവിടുന്നായിരിക്കും കയറ്റം, വലിയ കയറ്റം തുടങ്ങുന്നത്. ഞാനല്ലേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ചായ കുടിക്കാൻ നിർത്തിയേക്കുന്ന വണ്ടിക്കാർ. അതിനകത്ത് ഇരിപ്പുണ്ട് ആൾക്കാർ. നോക്കി എത്ര വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി പുറകിലെല്ലാം വണ്ടി വന്നു. പുറകിലെല്ലാം മുന്നല്ലേ. അല്ല, നമ്മുടെ പുറകിലുണ്ട് ലോറി. പുറകിലും ഉണ്ട്. ഇപ്പൊ ഇത് കുറെ ദൂരം പുറകോട്ട് പോകേണ്ടി വരും. ഈ വണ്ടികളെല്ലാം ഇവിടെ ഒതുക്കിയേക്കുന്നതുകൊണ്ട് കൂടെയാണേ.
ലോറിക്കാനാണല്ലോ എന്നാ വരവായിരുന്നു റീലോടും വെച്ച്. അവര് സ്ഥിരം പോകുന്നോണ്ട് നല്ല സ്പീഡിലാ ആ വരുന്നത്. സ്ഥിരം പോകുന്നവരാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി സോറിയൊക്കെ പറയാ. എന്നാന്ന് വെച്ചാൽ പുള്ളി ഇച്ചിരി ഭയങ്കര സ്പീഡിലാണ് വന്നേ. നേരെ വന്ന് നേരെ ഇങ്ങ് പോന്നു. നമ്മൾ ഇത്രയും വലിയ വണ്ടിയാന്ന് പുള്ളിക്കും മനസ്സിലായി കാണില്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പോഴും നമ്മള് നല്ല ഹൈറ്റിൽ തന്നെയാ. ഒന്നും ആയില്ല. ഞാൻ ഓർത്ത് അവിടെ വണ്ടിയെല്ലാം കിടക്കുന്ന കണ്ടപ്പോ ഇറക്കം തീർന്നായിരിക്കും. വണ്ടിക്കാര് പകുതി കയറ്റം കയറി വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ നിർത്തിയാ. ഇതൊക്കെ നല്ല ടേണിങ്ങുകളാ. ഇതെല്ലാം അങ്ങോട്ട് ലോഡും കൊണ്ട് കയറി പോകുന്ന വണ്ടികളാ. ചായ കുടിക്കാനൊക്കെ നിർത്തിയേക്കുന്ന. അപ്പോഴേ ഇവിടെ നിർത്തി ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ആയി. മൈക്ക് ലൂക്കോയെ ഏൽപ്പിച്ചു. അങ്ങനല്ല, ക്യാമറമാൻ അവിടെ ഇരുന്നിട്ട് കൈ വിറക്കുകയായിരുന്നു ക്യാമറ എടുക്കാഞ്ഞിട്ട്. ഞാനോർത്ത് ഇറക്കം കണ്ടിട്ടാണെന്ന്. ഈ സ്ഥലമാണ് രോഹിണി. അങ്ങോട്ട് നമ്മള് ഈ വഴി കയറി പോകാൻ ഇരുന്നിരുന്നെങ്കിൽ ഈ വണ്ടി കൊണ്ട് നമ്മള് കയറി പോകലായിരുന്നു പകല്. നല്ല സമയം സമയം എടുത്താനും വഴി മിക്കടുത്തും ബ്ലോക്കാവും. കുറച്ച് വളവും കൂടെ ബാക്കിയുണ്ട്. കുറച്ച് മെയിൻ ഡ്രൈവർക്ക് തിരിക്കാൻ വേണ്ടി ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അതെ, ആശാൻ തിരിച്ചോണ്ടിരിക്ക. ഇനി നമുക്ക് രാജേഷ് ബ്രോയുടെ വളവ് തിരിയുമ്പോ കാണാം. നമ്മളിങ്ങനെ താഴെ എത്തി. ഇപ്പൊ തണുപ്പൊക്കെ പോയി, വലിയ തണുപ്പൊന്നും ഇല്ല. ഇങ്ങോട്ട് വന്നപ്പോ ഇതേ വഴിയൊക്കെ ഇച്ചിരി നല്ലതാ. നമ്മൾ ഏകദേശം താഴെ എത്തി. ഏകദേശം താഴെ എത്തി. ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളു. അപ്പൊ നമ്മള് ഇറക്കമെല്ലാം ഇറങ്ങി താഴെ എത്തി. നല്ല നിരപ്പിലെത്തിയില്ല കേട്ടോ, ശകലം കൂടെ ഉണ്ട്. എന്നാലും വലിയ വഴി ഏറ്റവും മോശമുള്ള വീതി കുറഞ്ഞവും വളവും തിരിവൊക്കെ ഉള്ള ഇടാൻ കഴിഞ്ഞു. ഇതുണ്ട്, ഇത് നല്ലൊരു വളവാ. അത്ര താഴെ ഒന്നും എത്തിയില്ല. ഇച്ചിരൂടെ ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും വഴി ഇച്ചിരൂടെ നല്ലതാ, വീതിയുണ്ട്. സിലിഗുരി 1 വേ പാസ്സായില്ലെന്ന് ചോദിച്ചേ. 40 രൂപ പാസ്സായില്ല. പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. ജിപേ ഉണ്ടോ? ജിപേ ഉണ്ട്. ഇത്ര 40 രൂപയോ? 40 രൂപ. കണ്ട, അങ്ങോട്ട് പോകുന്ന അതിലെയാ. 1 വേ വന്ന് ഇവിടെ കയറുക. കുറച്ച് ദൂരം ഉള്ളായിരുന്നു. സിലിഗുരി 22 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. താങ്ക് യു വിസിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഗൂർഖ ടെറിട്ടറിയൽ. ഇങ്ങനെ കുറെ ടോളുകളുണ്ട് ഇപ്പോഴും ഫാസ്റ്റായി ഇല്ലാത്ത പൈസ മേടിക്കുന്നത്. വനോ ഈ വനത്തിന്റെ പേരാണ് ലാമ ഗുംബ ഫോറസ്റ്റ്. ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. ആനെ കാണുന്നില്ലല്ലേ? ആനനെ കാണുന്നേ അല്ല, മേഘാലയ വെച്ച് ഒരെണ്ണത്തിനെ കണ്ടായിരുന്നല്ലോ. നല്ല 2 ഉണ്ടായിരുന്നു അവിടെ. സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, 40 കിലോമീറ്റർ സ്പീഡിലേ പോകാറുണ്ട്. 40 പോകുന്നത്. ഏക്കല്ലേ വന്നയാൾ അവിടെ റൂം എടുത്താൽ നന്നായി. ഇന്നത്തെ ഇപ്പൊ തന്നെ 1 മണി ആകാറായി സമയം. നമ്മൾ ഇനി ഒരു മണിക്കൂറുകൂടെ എടുക്കാതെ അവിടെ ചെല്ലുകയല്ല. നമ്മള് നേരത്തെ കണ്ട സിറ്റി ഇപ്പൊ നമ്മളെക്കാളും മേളിലാണോ? അവിടുന്ന് നോക്കിയപ്പോഴല്ലേ തോന്നുന്ന ഈ ലെവലിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. സിലിഗുരി സമുദ്രനിരപ്പിൽ നിന്ന് 400 അടി എങ്ങാണ്ട് ഹൈറ്റേ ഉള്ളൂ. 400 450. ഈ സൈഡ് മൊത്തം തേയിലത്തോട്ടങ്ങളാ. വലിയ വലിയ എസ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ള ഈ തേയില എസ്റ്റേറ്റുകളെല്ലാം. ഇപ്പം മലയെല്ലാം ഇറങ്ങി നമ്മള് ലെവൽ റോഡിലെത്തി. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. കൺജസ്റ്റഡ് ഏരിയ, ഡ്രൈവ് സ്ലോ. ഇവിടെ എവിടെ കൺജസ്റ്റഡ് ഏരിയ? ഇത് വീതിയുള്ള വഴിയല്ലേ, നല്ല വഴി. സ്കൂൾ സോൺ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിന്റെ അവിടെ അതായിരിക്കും. ഇവിടെ മൊത്തം ഹമ്പാണല്ലോ. ബാഗ്ദോഗ്ര എയർപോർട്ട് 19 കിലോമീറ്റർ, സിലിഗുരി 15 കിലോമീറ്റർ. ഇനി അങ്ങോട്ട് മൊത്തം നിരപ്പ് വഴിയേ ഉള്ളൂ. ഇതാണ് കപ്രിയാൽ ബസാർ. രാജി എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു, ഉറങ്ങാൻ പോവാ. ഉറങ്ങിക്കോ. ഞങ്ങള് അധികം ദൂരമൊന്നും ഇല്ല, 10 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാ. നോക്കട്ടെ, പമ്പിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു, ഉറപ്പാ. അപ്പം പിന്നെ രാവിലെ അത് തന്നെയല്ലേ അങ്ങോട്ട് നമുക്ക് പോണ്ടല്ലേ, ഗാംഗ്ടോക്കിന് പോണ്ടേ? നാളെ രാവിലെ പോവല്ലേ? ശരിയാ. ജനറേറ്ററിനകത്ത് പെട്രോൾ തീർന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണമല്ലോ. അപ്പോൾ ഉറങ്ങുമ്പോൾ ജനറേറ്റർ ഓണാക്കിയിട്ട് വേണം കിടക്കാൻ. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ ഇവിടുന്ന് ഫുള്ളാക്കിക്കൊണ്ട് പോവാം. പമ്പിലെ പയ്യൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ വന്ന് അന്നേരം ഒരു ബൈക്കുകാരൻ 2-3 വണ്ടിക്കാർ വന്നു. അവർ പോയി വിളിച്ച് ഏൽപ്പിച്ചുകൊണ്ട് വന്നതാണ്.
പെട്രോൾ ഫുള്ള് ചെയ്തേക്കാം. ഫുള്ള് ചെയ്തേക്കാം. ഫുള്ള് ചെയ്താലും അതിന് മാക്സിമം 12-13 ലിറ്റർ അതിനകത്ത് കൊള്ളുള്ളൂ. അതെ. പെട്രോളിന് 108 രൂപയായി, 108 ചില്ലറ. ഫുള്ളാക്കിയോ? ഫുള്ളാക്കി. എത്ര ലിറ്റർ കൊണ്ടു? 5.9. അത്ര കൊണ്ടല്ലോ. അത്ര കൊണ്ടുള്ളൂ. പെട്രോൾ ഉണ്ടായിരുന്നല്ലോ. അതെ. നമ്മളെ ജനറേറ്ററിനകത്ത് പെട്രോൾ കുറവാന്ന് ഓർത്തിരിക്കായിരുന്നു അല്ലേ? അതെ. അതെന്നറിയോ, നമ്മള് തണുപ്പായിരുന്നോണ്ട് AC ഇട്ടില്ല. അതെ. അത് തന്നെയല്ല, തണുപ്പുള്ളിടത്ത് AC ഇടുമ്പം പെട്രോൾ കുറച്ച് മതി. എന്ന് പറഞ്ഞാൽ AC-യുടെ കംപ്രസർ ആദ്യം വർക്ക് ചെയ്യണ്ടല്ലോ, ഈ റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പുണ്ടല്ലോ, അതുകൊണ്ട് പെട്രോൾ കുറച്ച് മതി. തണുപ്പുള്ളിടത്തപ്പം മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് കൂടുതൽ കിട്ടും. അതെ. ഇവിടെ എല്ലാം പണി നടക്കുക, രാത്രിയിലും പണി നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ആ ചെറിയ വഴിയിൽ നിന്ന് ഇറങ്ങി വീതിയുള്ള വഴി കണ്ടപ്പോ ഒരു സുഖം അല്ലേ? എന്തൊരാശ്വാസം. അതെ, വളവില്ല, തിരിവില്ല, കയറ്റമില്ല. അതെ. ആനയുണ്ട്. ആന ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. 100 മീറ്റർ കൂടുമ്പം ബോർഡുണ്ട്. ബോർഡ് മാത്രമേ കാണാനുള്ളൂ. ഒരു ആനയെ കണ്ടാൽ കൊള്ളായിരുന്നു. H2-ൽ വന്നു നമ്മള്. H2-ൽ വന്ന് കയറി. ഏഷ്യൻ ഹൈവേ 2. ഈ റോഡിലേക്ക് കയറിയപ്പോഴാണ് ലോറികളൊക്കെ ഒന്ന് കാണുന്നത് തന്നെ. അതെ. വെൽക്കം ടു ഏഷ്യൻ ഹൈവേ. അതെ, നമ്മള് എയർപോർട്ടിന്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു പമ്പിൽ ഒതുക്കി. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എടുക്കുക. സമയം ഇപ്പം 2 മണിയായി. അപ്പം ഉള്ള സമയം കളയാതെ കയറി കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.